السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ونفخ في الصور فصعق من في السماوات ومن في الأرض إلا من شاء الله ثم نفخ فيه أخرى فإذا هم قيام ينظرون. مثل لنفسك أيها المغرور يوم القيامة والسماء تمور. إذ كبرت شمس النهار وأدنيت حتى على رأس العباد تسير. وإذا النجوم تساقطت وتناثرت وتبدلت بعد الضياء كدور. وإذا البحار تفجرت من خوفها ورأيتها مثل الجحيم تفور. وإذا الجبال تقلعت بأصولها فرأيتها مثل السحاب تسير. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലൂടെ അന്ത്യനാളിൽ സംഭവിക്കാനിരിക്കുന്ന വളരെയേറെ ഭീകരമായ ചില അവസ്ഥകളും സംഭവ വികാസങ്ങളും വളരെ കൃത്യമായി തന്നെ വിവരിച്ചു തന്നിരിക്കുകയാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, ഈ ലോകത്ത് ആരംഭകാലം മുതൽക്ക് തന്നെ ജനനങ്ങളും അതുപോലെ തന്നെ ഓരോന്നിന്റെയും അവധി എത്തിയാൽ മരണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ജീവജാലങ്ങളിലും വസ്തുക്കളിലും ഈ പ്രതിഭാസം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ വസ്തുക്കളും അതിൻ്റെതായ പ്രത്യേകമായ ഒരു അവധി എത്തിക്കഴിഞ്ഞാൽ അവ നശിക്കുവാനുള്ളതാണ്. ഈ ഭൂമുഖം നശിക്കാനുള്ളതാണ്, ആകാശലോകം നശിക്കാനുള്ളതാണ്, എല്ലാം നശിക്കാനുള്ളതാണ്. കുല്ലു ശൈഇൻ ഹാലികുൻ, എല്ലാം നശിക്കാനുള്ളതാണ്. പരമകാരുണികനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാത്ത എല്ലാം ഇവിടെ സൃഷ്ടികളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സൃഷ്ടികളും നശിക്കുവാനുള്ളതുമാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ
വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. സൂറത്തുർ റഹ്മാനിലെ ആശയത്തിലൂടെയും ആയത്തുകളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആശയം തന്നെയാണ് ഉണർത്തിയിട്ടുള്ളത്. ഈ ലോകത്ത് യഥാർത്ഥമായ നിലക്ക് സംഭവിക്കാനുള്ള ഈ സംഭവ വികാസങ്ങൾ, ഈ പ്രപഞ്ചം ഉണ്ടായതാണ് ഒരു നാൾ, ഇവിടെയുള്ള എല്ലാം ഉണ്ടായതാണ്. അല്ലാഹു മാത്രമാണ് ഉണ്ടായത് എന്ന് പറയാനാവാത്തത്. എല്ലാം സൃഷ്ടികളാണ്, സൃഷ്ടികൾക്കെല്ലാം നാശമുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാർ അതാത് കാലഘട്ടങ്ങളിൽ ജനിക്കുന്നു, അവന്റെ അവധി എത്തുമ്പോൾ അവൻ മരണപ്പെട്ടു പോകുന്നു. ഇതുപോലെ ഈ ലോകത്തിന് തന്നെയും എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന ഒരു ദിവസം വരാനുണ്ട്. സമ്പൂർണമായി ഇവിടെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു ദിവസം നടക്കാൻ പോകുന്നു. അതിന്റെ ശേഷമാണ് പുനഃസംവിധാനം നടക്കാൻ പോകുന്നത്. എല്ലാം നശിപ്പിക്കപ്പെട്ടതിന്റെ ശേഷം പിന്നീട് പരിപൂർണമായ പുനരുത്ഥാനം, അതല്ലെങ്കിൽ പുനഃസംവിധാനം ഈ ലോകത്ത് നടക്കുന്നതാണ്. ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. ലോകത്തിന്റെ മുഴുവൻ നാശം, മുഴുവൻ സൃഷ്ടികളും ഭയവിഹ്വലരാവുകയും നശിക്കുകയും എല്ലാം തകർന്ന് തരിപ്പണമാവുകയും ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ അതിന്റെ ശേഷം വീണ്ടും പുനഃസംവിധാനം നടത്തപ്പെടാൻ വേണ്ടിയുമൊക്കെ അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് കാഹളത്തിൽ ഊതുക എന്ന് പറയുന്ന സംവിധാനം. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ ഈ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. 2 ഊത്താണ് പരിശുദ്ധ ഖുർആൻ പ്രധാനമായും നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. കാഹളത്തിൽ പ്രത്യേകമായ നിലക്കുള്ള ഒരു ഊത്തുണ്ടാകുന്നതോടുകൂടി സമ്പൂർണമായ നാശമാണ് നടക്കുന്നത്. ആദ്യത്തെ ഊത്തിലൂടെ സമ്പൂർണമായ നാശമാണ് നടക്കുന്നതെങ്കിൽ, രണ്ടാമത്തെ ഊത്തിലൂടെ സമ്പൂർണമായ നിർമ്മാണമാണ്, പുനർനിർമ്മാണമാണ് ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനു വേണ്ടി ഏൽപ്പിക്കപ്പെട്ട വ്യക്തി ആരാണ്? ആ ഊത്തിന് വേണ്ടി, പ്രത്യേകമായ ആ ഊത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ മലക്കിന്റെ പേര് അങ്ങനെയാണ്. ആ വിഷയത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. ഇസ്രാഫീൽ എന്ന് തന്നെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ കൽപ്പന എപ്പോൾ കിട്ടുന്നുവോ അപ്പോൾ ആ കൽപ്പന നിർവഹിക്കാൻ വേണ്ടി തന്റേതായ ഊഴവും കാത്തിരിക്കുകയാണ് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം. മഹാനായ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്ന തറഫ സാഹിബസ്സൂരി മുൻദു വുക്കില ബിഹി മുസ്തഇദ്ദുൻ യൻളുറു നഹ്വൽ അർശി മഖാഫത അൻ യുമറ ഖബ്ല അൻ യർതദ്ദ ഇലൈഹി തറഫുഹു കഅന്ന ഐനൈഹി കൗകബാനി ദുരിയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന തറഫ സാഹിബസ്സൂർ, സൂർ അഥവാ ആ കാഹളം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളതായ മലക്ക്, അതാ അദ്ദേഹത്തിന്റെ കണ്ണുകൾ മുൻദു വുക്കില ബിഹി മുസ്തഇദ്ദുൻ യൻദുറു നഹ്വൽ അർശി, അതാ പരമകാരുണികനായ റബ്ബിന്റെ അർശിന്റെ ഭാഗത്തേക്ക് അദ്ദേഹം കണ്ണും നട്ട് കാത്തിരിക്കുകയാണ്. ഒരുങ്ങി തയ്യാറായിട്ട് ജാഗ്രതയോടുകൂടെ ഇരിക്കുകയാണ്. അതേ മഖാഫത അൻ യുമറ ഖബ്ല അൻ യർതദ്ദ ഇലൈഹി തർഫുഹു, തന്റെ കണ്ണിമ വെട്ടുന്ന നേരത്തിന് മുമ്പെങ്ങാനും പടച്ചറപ്പിന്റെ ഓർഡർ ഉണ്ടായാലോ, ആ ഓർഡർ ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ആ സെക്കൻഡിൽ തന്നെ അത് നടപ്പിലാക്കാൻ വേണ്ടി അതാ ഈ ഊത്തിന് വേണ്ടി നിയമിക്കപ്പെട്ടിട്ടുള്ള ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന മലക്ക് അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. കഅന്ന ഐനൈഹി കൗകബാനി ദുരിയാൻ, അദ്ദേഹത്തിന്റെ ഇരു കണ്ണുകളും അതാ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന, തിളങ്ങിക്കൊണ്ടിരിക്കുന്ന 2 നക്ഷത്രങ്ങൾക്ക് സമാനമാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന് മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അതാ പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമായി പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ കൽപ്പന കിട്ടിക്കഴിഞ്ഞാൽ
ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. കൽപ്പിക്കപ്പെട്ടതെന്താണെങ്കിൽ അത് കൃത്യമായി അവർ നിർവഹിക്കുന്നവരാണ്. അള്ളാഹുവിന് ഒരു നിലക്കും അനുസരണക്കേട് അവർ കാണിക്കുന്നതല്ല. അപ്പൊ ഈ ദൗത്യം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടതായ മലക്കാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം. അതാ കാഹളം കയ്യിൽ പിടിച്ചുകൊണ്ട് മഹാനവറുകൾ വളരെ ജാഗ്രതയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അതാ അന്ത്യനാൾ അടുക്കുന്ന കാലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, അതാ അവിടുന്ന് പറയുന്നു, കൈഫ അൻഅമു വഖദ് ഇൽതഖമ സാഹിബുൽ ഖർനി അൽ ഖർന വഹനാ ജബ്ഹതഹു വഅസ്ഗാ സമഅഹു ينتظر أن يؤمر أن ينفخ فينفخ. قال المسلمون فكيف نقول يا رسول الله؟ قال قولوا حسبنا الله ونعم الوكيل توكلنا على الله ربنا. സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ് അതിന്റെ ഗൗരവം. കൈഫ അൻഅമു, ഞാൻ എങ്ങനെ ആനന്ദം അനുഭവിക്കാനാണ്, എനിക്കെങ്ങനെ സുഖം അനുഭവിക്കാൻ സാധിക്കുന്നു, എനിക്കെങ്ങനെ ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നു. വഖദ് ഇൽതഖമ സാഹിബുൽ ഖർനി അൽ ഖർന, കാഹളം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആ ഊത്തിന് വേണ്ടി തയ്യാറായിട്ട് അതിങ്ങനെ വായയിൽ പിടിച്ചിരിക്കുകയാണ്. ഊതാൻ വേണ്ടി തയ്യാറായി ഇസ്രാഫീൽ അലൈഹിസ്സലാം കാത്തിരിക്കുന്ന വേളയിൽ എനിക്കെങ്ങനെ സുഖം അനുഭവിക്കാനാകുമെന്നാ റസൂലുള്ള പറയുന്നത്. വഹനാ ജബ്ഹതഹു, അദ്ദേഹം ഇങ്ങനെ നെറ്റി ചുളിച്ച് ഓർഡർ കിട്ടാൻ കാത്തിരിക്കുന്നത് പോലെ. വഅസ്ഗാ സമഅഹു, അദ്ദേഹത്തിന്റെ കാത് കൂർപ്പിച്ചിരിക്കുകയാണ്, കാത് കൂർപ്പിച്ചിരിക്കുകയാണ്. നെറ്റി ചുളിച്ച ഓർഡർ ഇപ്പോൾ കിട്ടുമ്പോൾ ഊതാൻ റെഡിയായ കാഹളം വായിൽ വെച്ചിരിക്കുന്ന സ്ഥിതിക്ക്, അത്രയും പെട്ടെന്ന് ലോകം അവസാനിക്കാറായ സ്ഥിതിക്ക്, അതേ ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന യാഥാർത്ഥ്യം അതുണ്ടെന്ന് ബോധ്യമാണല്ലോ. യന്തളിറു അൻ യുഅ്മറ, ആ മലക്കത പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് ഊതപ്പെടാൻ കൽപ്പനയുണ്ടാവുക അപ്പോൾ അതങ്ങ് ചെയ്യാൻ വേണ്ടി. അത്രത്തോളം മനുഷ്യ, നീ അന്ത്യനാളിനെ സംബന്ധിച്ച് ഭയപ്പെടേണ്ടവനാണ്. ഓരോരുത്തരുടെയും മരണത്തെ കുറിച്ചും അവരവർ ഭയപ്പെടേണ്ടതാണ്. ഓരോരുത്തരുടെയും അന്ത്യദിനം എന്ന് പറയുന്നത് അവനവന്റെ മരണമാണല്ലോ. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ അതാണ് പഠിപ്പിക്കുന്നത്. എപ്പോഴും നശിക്കാവുന്ന ഒരവസ്ഥയിലല്ലേ മനുഷ്യനുള്ളത്. പിന്നെ എങ്ങനെയാണ് മനുഷ്യ വഴിവിട്ട ആനന്ദത്തിന് വേണ്ടി, അതേ ഇസ്ലാം നിശ്ചയിച്ച മാർഗത്തിൽ നിന്ന് വിട്ടുകൊണ്ട് സുഖിച്ചുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് കളിചിരി തമാശകളിൽ മുഴുകിക്കൊണ്ട് നാഥനെ വെറുപ്പിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ കഴിയും? സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്ന് നിനക്കുറപ്പില്ലേ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സ്വഹാബിമാര് ചോദിക്കുന്നു, ഫകൈഫ നഖൂലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്, ഞങ്ങൾ എന്താണ് പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പഠിപ്പിക്കുന്നു, ഖൂലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ തവക്കൽനാ അലല്ലാഹി റബ്ബിനാ, ഞങ്ങൾക്ക് അല്ലാഹ് മതി. കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാൻ പറ്റിയ എത്ര വലിയ വക്കീലാണ് അല്ലാഹു. തവക്കൽനാ അലല്ലാഹി റബ്ബിനാ, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിങ്കൽ ഞങ്ങളെല്ലാം വരവേൽപ്പിച്ചിരിക്കുന്നു. അതെപ്പോഴും മനസ്സിൽ ഓർമ്മ വേണം. റബ്ബിനെ തവക്കുലാക്കണം, റബ്ബാണുള്ളതെന്ന് ചിന്തിക്കണം, റബ്ബിനെ തൃപ്തിപ്പെടുത്തണം. അവന്റെ നിയമങ്ങൾക്കെതിര് പറഞ്ഞുകൂടാ, അവനിക്ക് എതിരായിട്ട് യാതൊരു നിലക്കും പ്രവർത്തിച്ചുകൂടാ. ആ നിലക്ക് ജീവിച്ചാൽ എപ്പോൾ നിങ്ങൾക്ക് അന്ത്യം സംഭവിച്ചാലും, ഈ ലോകത്തിന് അന്ത്യം സംഭവിച്ചാലും നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ലല്ലോ എന്ന അർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് പഠിപ്പിക്കുന്നത്. ഇനി സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിപ്പോൾ എന്താണ് അന്ത്യനാളിലെ നാശം സംഭവിക്കുന്നതും പുനർനിർമ്മാണം നടക്കുന്നതുമൊക്കെ വ്യത്യസ്തങ്ങളായ രണ്ട് ഊത്തുകളിലൂടെയാണ്. പരിശുദ്ധ ഖുർആൻ അത് ഓർമ്മപ്പെടുത്തിയിട്ടുമുണ്ട്. എങ്കിൽ എപ്പോഴാണ് ഈ ഊത്ത് നടക്കുക, ഏത് ദിവസമാണ് ആ ഊത്ത് നടക്കുക? ആ ഊത്തോടു കൂടിയാണല്ലോ ലോകത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത്. പക്ഷേ ആർക്കും അറിയാൻ കഴിയാത്ത ഒരു കാര്യമാണത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുമ്പൊരിക്കൽ നമ്മൾ വിശദീകരിച്ചിട്ടുമുണ്ട്. ഒരു യൗമുൽ ജുമഅയിലാണ് ഇത് നടക്കുക, അതിൽ സംശയമില്ല.
സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. അതേ, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഖൈറായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസമാണ്. ഫീഹി ഖുലിഖ ആദം വഫീഹി ഉദ്ഖിലൽ ജന്ന വഫീഹി ഉഖ്രിജ മിൻഹാ വലാ തഖൂമു സ്സാഅതു ഇല്ലാ യൗമൽ ജുമുഅ. അതേ, ആ ദിവസമാണ് ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടത്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും. വെള്ളിയാഴ്ച നടന്ന സംഭവ വികാസങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറയുന്നു, വലാ തഖൂമു സ്സാഅതു, അന്ത്യനാൾ സംഭവിക്കുന്നതല്ല, ഇല്ലാ യൗമൽ ജുമുഅ, ഒരു ജുമുഅ ദിനമല്ലാതെ. വേറെ ചില റിപ്പോർട്ടുകളിൽ നമുക്ക് വേറെയും നിലക്ക് കാണാം. ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ ഫീഹി ഖുലിഖ ആദം വഫീഹി ഖുബിള വഫീഹി നഫ്ഖതു എന്ന് കാണാം. അതേ, ഒരു വെള്ളിയാഴ്ച ദിവസം തന്നെയാണ് കാഹളത്തിൽ ഊത്ത് നടക്കുന്നത്. അപ്പോൾ ആ വെള്ളിയാഴ്ച ദിവസത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ഭയം തോന്നുന്നില്ല, ജിന്നുകൾക്ക് ഭയം തോന്നുന്നില്ല. പക്ഷേ ഈ ലോകത്ത് ജിന്നും ഇൻസുമല്ലാത്ത മനുഷ്യനും ഭൂതവർഗങ്ങളുമല്ലാത്ത സർവ സൃഷ്ടികളും ഓരോ വെള്ളിയാഴ്ച വരുമ്പോഴും അവയ്ക്ക് പരിഭ്രാന്തിയുണ്ട്, അവയ്ക്ക് വിഭ്രാന്തിയുണ്ട്, അവയ്ക്ക് വലിയ ഭയമുണ്ട്, അവയ്ക്ക് വലിയ അസ്വസ്ഥതകളുണ്ട് എന്ന് അതാ ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്താ അവിടുന്ന് പറയുന്നത്, ഖൈറു യൗമിൻ ത്വലഅത് ഫീഹി ശംസു യൗമുൽ ജുമുഅ ഫീഹി ഖുലിഖ ആദം വഫീഹി ഹുബിത വഫീഹി തീബ അലൈഹി വഫീഹി മാത വഫീഹി തഖൂമു സ്സാഅ എന്നിങ്ങനെ പറഞ്ഞ് അതേ ആശയം തന്നെയാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്, ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടത്, അദ്ദേഹത്തിന്റെ പശ്ചാത്താപം സ്വീകരിക്കപ്പെട്ടത്, മരണപ്പെട്ടത്, അന്ത്യനാൾ സംഭവിക്കുന്നത് ഒക്കെ ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. വമാ മിൻ ദാബത്തിൻ, അതേ ഈ ലോകത്തുള്ള ഒരു ജന്തുവുമില്ല ആ ദിവസം, അതാ വെള്ളിയാഴ്ച ദിവസം, അതേ അന്ത്യനാൾ ഇന്ന് സംഭവിക്കുമോ എന്ന നിലക്ക് പരിഭ്രാന്തി കാണിക്കാത്ത, അതേ പ്രതീക്ഷിക്കാത്ത ഒരു ജന്തുക്കളുമില്ല. മിൻ ഹീന തുസ്ബിഹു ഹത്താ തത്ലുഅ ശംസു, സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നത് വരെ അഥവാ അന്നത്തെ പ്രഭാതം മുതൽ അസ്തമിക്കുന്നത് വരെ എല്ലാ ജന്തുക്കളും അസ്വസ്ഥതയിലാണ്. ഇല്ലൽ ജിന്നു വൽ ഇൻസ്, മനുഷ്യനും ഭൂതവർഗവും ഒഴികെ. മനുഷ്യർക്കോ ജിന്നുകൾക്കോ അങ്ങനെ ഒരു ചിന്തയില്ല. പക്ഷേ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഈ ജന്തുക്കൾക്ക് വരെ അസ്വസ്ഥതകൾ, അതേ അന്ത്യനാൾ ഇന്ന് സംഭവിച്ചേക്കുമോ എന്നവറ്റക്ക് തോന്നുന്ന ഒരവസ്ഥയുണ്ടാകുന്ന ദിവസമാണത് എന്ന് ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും നമ്മൾ മുമ്പ് ഏറെ വിശദീകരിച്ച ഒരു വസ്തുതയാണ് എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക എന്നത്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് പോലും അറിയിക്കപ്പെട്ടിട്ടില്ല. വളരെ കൃത്യമായി തന്നെ അല്ലാഹു അത് പറഞ്ഞതാണ്. യസ്അലൂനക അനിസ്സാഅ, യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി ലാ യുജല്ലിഹാ ലിവഖ്തിഹാ ഇല്ലാ ഹു സഖുലത് ഫിസ് സമാവാതി വൽ അർദി ലാ തഅതീകും ഇല്ലാ ബഗ്ത. യസ്അലൂനക അനിസ്സാഅതി, അന്ത്യനാളിനെ കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു. എപ്പോഴാണത് സംഭവിക്കുക, എപ്പോഴാണ് അതിന്റെ സംഭവ്യത എന്ന് താങ്കളോട് അവർ ചോദിക്കുന്നു. ഖുൽ നബിയെ പറയൂ, ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി, ഇന്നമാ ഇൽമുഹാ, നിശ്ചയമായും അതിനെ സംബന്ധിച്ചുള്ള അറിവ് ഇൻദ റബ്ബി, എന്റെ റബ്ബിന്റെ അടുക്കൽ മാത്രമാണ്. ലാ യുജല്ലിഹാ ലിവഖ്തിഹാ, അതിന്റെ സമയത്തെക്കുറിച്ച് അവൻ വെളിവാക്കി കൊടുത്തിട്ടില്ല, അതിന്റെ സമയത്തെക്കുറിച്ചുള്ള അറിവില്ല, അവനല്ലാതെ അവനത് ആർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല, വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ അത് നടക്കുന്ന ദിവസം സഖുലത്ത് ഫിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളിൽ അത് കഠോരമായ നിലക്കായിരിക്കും അത് സംഭവിക്കുക. പക്ഷേ ലാ തഅതീകും ഇല്ലാ ബഗ്ത, വളരെ പെട്ടെന്നല്ലാതെ നിങ്ങൾക്കത് സംഭവിക്കുകയില്ല.
ലാ തഅതീകും ഇല്ലാ ബഗ്ത, അത് വളരെ പെട്ടെന്നല്ലാതെ അത് സംഭവിക്കുകയില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ സഹോദരങ്ങളെ, അന്ത്യനാളിന്റെ സംഭവ്യത ഒരു വെള്ളിയാഴ്ചയാണ് ഈ ഊത്ത് നടക്കുന്നത്, തകർച്ച നടക്കുന്നത് എന്ന് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നു. പക്ഷെ ഏത് വെള്ളി അറിഞ്ഞുകൂടാ, എപ്പോൾ സംഭവിക്കും, ഏത് ദിവസം സംഭവിക്കും അറിഞ്ഞുകൂടാ. ലോകത്തിന് മുഴുവൻ അത് വലിയ ഭാരമാകുന്ന നിലക്ക് വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആലോചിച്ചാൽ അറിയാം, ചെറിയ ചെറിയ ദൃഷ്ടാന്തങ്ങൾ അവിടെവിടെയായി ലോകത്ത് സംഭവിക്കുമ്പോഴേക്ക് തന്നെ ഒട്ടേറെ പ്രകൃതിയിൽ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഭൂകമ്പം ഏതെങ്കിലും ഒരു പ്രദേശത്തുണ്ടായാൽ തന്നെയും എത്ര വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾക്കാണ് പ്രകൃതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ആലോചിക്കുന്നുണ്ടോ, അന്ത്യനാളിൽ ഈ ഭയങ്കരമായ പ്രതിഭാസം സംഭവിച്ചാൽ എന്തായിരിക്കും നടക്കുക? അവിടെവിടെയായി ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴേക്ക് തന്നെ മനുഷ്യർക്ക് അളക്കാനാവാത്ത, മനുഷ്യന് കണക്ക് കൂട്ടാനാവാത്ത വലിയ ദുരന്തങ്ങളല്ലേ അത് വിതച്ചുകൊണ്ടിരിക്കുന്നത്. ജപ്പാനിൽ ഈ അടുത്ത് നടന്ന സുനാമിയും ഭൂകമ്പവും ഉണ്ടാക്കി തീർത്തിട്ടുള്ള ദുരന്തങ്ങൾ എത്രയാണെന്ന് കണക്ക് കൂട്ടാൻ മനുഷ്യന് സാധ്യമാണോ? അതേ, ഇന്ത്യ രാജ്യത്തിൽ ലാത്തൂർ എന്ന് പറയുന്ന പ്രദേശത്തൊരു കുലുക്കമുണ്ടായപ്പോൾ എത്ര വലിയ ദുരന്തമാണ് ഉണ്ടായത്. അവിടെയായി ലോകത്തിങ്ങനെ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോ, ചെറിയ ചെറിയ പ്രകമ്പനങ്ങളും കുലുക്കങ്ങളും ഒക്കെ കാണുമ്പോൾ മനുഷ്യൻ എന്തേ ചിന്തിക്കാത്തത്? ഇങ്ങനെ ഒരു നാള് വരാനുണ്ട് എന്നതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുകയാണ്. വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർളി യമറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ. ആകാശഭൂമികളിൽ എത്ര ദൃഷ്ടാന്തങ്ങൾക്കരികിലൂടെയാണ് മനുഷ്യന്മാര് നടന്നു പോകുന്നത്. എത്ര ദൃഷ്ടാന്തങ്ങളാണ് ഈ ഭൂമിയിലും ആകാശത്തുമൊക്കെ സംഭവിക്കുന്നത്. മനുഷ്യർ അവയൊക്കെ അറിയുന്നില്ലേ? പലപ്പോഴും അവൻ അതിലൂടെ നടന്നു പോകുന്നില്ലേ? വഹും അൻഹാ മുഅ്രിദൂൻ. അതിനെക്കുറിച്ചൊക്കെ മനുഷ്യൻ അവഗണനയിൽ തന്നെ നീങ്ങുന്നു. അള്ളാഹു ഇതിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? ചെറിയ ചെറിയ കുലുക്കങ്ങളും പ്രകമ്പനങ്ങളും പ്രളയങ്ങളും നാശങ്ങളുമൊക്കെ ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ നടക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് മനുഷ്യ നീ എന്തുകൊണ്ട് പാഠം ഉൾക്കൊള്ളുന്നില്ല? ഒരു നാട്ടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ എന്തെങ്കിലും നടക്കുമ്പോഴേക്ക് പരിസരങ്ങളിൽ അത് മുഖേനയുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് കയ്യും കണക്കുമില്ലെങ്കിൽ പ്രപഞ്ചത്തെ ആകമാനം മൂടുന്ന, ആകാശഭൂമികളെ മുഴുവനും ഗ്രസിക്കുന്ന, അവ മുഴുവനും വ്യാപിക്കുന്ന പ്രകമ്പനം ഉണ്ടായാൽ ഇവിടെ നടക്കാൻ പോകുന്ന പ്രതിഭാസം എത്രയായിരിക്കും? ഇത് ചിന്തിക്കാനല്ല പറയുന്നത്. ധിക്കാരികളായി ജീവിക്കുന്ന മനുഷ്യന്മാരോടല്ല ചോദിക്കുന്നുണ്ട്. അഫ അമിനു അൻ തഅതിയഹും ഗാശിയത്തും മിൻ അദാബില്ലാഹ് ഔ തഅതിയഹുമുസ് സാഅതു ബഗ്തതൻ വഹും ലാ യശ്ഉറൂൻ. എന്തേ മനുഷ്യന്മാരെ, ധിക്കാരികളായ ജനങ്ങളെ, റബ്ബിന്റെ കൽപ്പനകൾക്ക് അതേ ചെവി കൊടുക്കാതെ അനുസരിക്കാതെ തോന്നിവാസികളായി ജീവിക്കുമ്പോൾ എന്തേ നിങ്ങളൊന്ന് ചിന്തിക്കാത്തത്? അവർ ആലോചിക്കുന്നില്ലേ? അവർ നിർഭയരായിരിക്കുകയാണോ? ഒരു പേടിയും അവർക്ക് തോന്നുന്നില്ലയോ? അൻതഅതിയഹും, അവർക്ക് വന്നെത്തുന്നതിൽ നിന്ന് ഗാശിയത്തും മിൻ അദാബില്ലാഹ്, അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവരെ മൂടിക്കളയുന്ന വല്ല ശിക്ഷയും വരില്ലെന്നുറപ്പാണ് ഈ ധിക്കാരികൾക്കുള്ളത്. നമ്മളടക്കമുള്ള മനുഷ്യരോടുള്ള റബ്ബിന്റെ ചോദ്യമാണ്. അള്ളാന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് നീ ഹറാമിന്റെ ലോകത്തുകൂടെ ജീവിക്കുമ്പോ, നീ തെറ്റുകൾ കണ്ടുകൊണ്ട് ജീവിക്കുമ്പോ, തെറ്റുകൾ കേട്ട് ആനന്ദിച്ച് സർവ്വതോന്നിവാസങ്ങളുടെയും മേഖലകളിലേക്ക് പോകുമ്പോ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഹറാമുകൾ നീ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് ധിക്കാരിയായി കഴിയുമ്പോൾ എന്തേ മനുഷ്യ നിനക്ക് ഇത്ര പേടിയില്ലാത്തതെന്തേ? അള്ളാന്റെ വല്ല ശിക്ഷയും നിനക്ക് വന്നെത്തുകയില്ലെന്ന് ആര് കണ്ടു? ഏത് നാട്ടിൽ ശിക്ഷകൾ വന്നപ്പോഴും അങ്ങനെയല്ലേ? പ്രതീക്ഷിച്ചതാണോ സംഭവിച്ചിട്ടുള്ളത്? പ്രതീക്ഷിച്ച നേരത്താണോ വന്നിട്ടുള്ളത്? ജനങ്ങൾ കളിച്ചുകൊണ്ടിരിക്കെ ഭൂകമ്പമുണ്ടായിട്ടില്ലേ? സുഖമായി ഉറങ്ങിക്കൊണ്ടിരിക്കെ കുലുക്കമുണ്ടായിട്ടില്ലേ? തകർത്തെറിഞ്ഞിട്ടില്ലേ?
മാർക്കറ്റുകളൊന്നടങ്കം തകർന്നു പോയില്ലേ? വാഹനങ്ങൾ മുഴുവനും തകർന്നു പോയില്ലേ? ലോകത്തിലെ അതേ അവിടെ നടന്നിരുന്ന സംവിധാനങ്ങൾ മുഴുവനും താറുമാറായി പോയില്ലേ? മനുഷ്യൻ എന്തേ ഇനിയും ചിന്തിക്കാത്തത്? അവരെ മൂടിക്കളയുന്ന ഒരു ശിക്ഷ വന്നെത്തുന്നതില്ലെന്ന് അവർക്ക് പേടിയില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണോ? ഇനി അതൊന്നുമല്ലെങ്കിൽ വിചാരിക്കാത്ത നേരത്ത്, അറിയാതിരിക്കുന്ന നേരത്ത്, അതേ അന്ത്യനാൾ അവർക്ക് വളരെ പെട്ടെന്ന് സംഭവിക്കുകയില്ലെന്ന് ആര് കണ്ടു? അന്ത്യനാൾ സംഭവിക്കുന്നത് വളരെ പെട്ടെന്നാണ്, നൊടിയിട കൊണ്ടാണ് സംഭവിക്കുന്നത്. ഖുർആൻ അതാ സൂറത്തുൽ അംബിയയിലൂടെ പഠിപ്പിക്കുന്നു, ബൽ തഅതീഹിം ബഗ്തതൻ ഫതബ്ഹതുഹും ഫലാ യസ്തതിഊന റദ്ദഹാ വലാ ഹും യുൻളറൂൻ. ആ അന്ത്യനാൾ അവർക്ക് വന്നെത്തുക ബഗ്തതൻ, വളരെ പെട്ടെന്ന്, നൊടിയിട കൊണ്ട്, സെക്കൻഡ് കൊണ്ടാണ് വന്നെത്തുന്നത്. ഫതബ്ഹതുഹും, അതങ്ങ് വന്ന് മുട്ടുമ്പോഴാണ് അവരന്തം വിട്ടുപോകുന്നത്. അതുവരെ അവർക്ക് ചിന്തയില്ല, ശ്രദ്ധയില്ല. ആ നേരത്തവർ അന്തം വിട്ടന്താളിക്കുകയാണ്. പക്ഷേ ഫലാ യസ്തതിഊൻ, അവർക്ക് സാധ്യമല്ലല്ലോ റദ്ദഹാദിനെ തടുക്കാൻ. ഒരു രാഷ്ട്രത്തിൽ പ്രകമ്പനം ഉണ്ടാക്കുന്ന ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോ, സുനാമി തിരകൾ ആഞ്ഞടിക്കുമ്പോൾ, അതല്ലെങ്കിൽ ശക്തമായ നിലക്കുള്ള മറ്റേതെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ സെക്കൻഡിലല്ലേ കണ്ണു തുറച്ചു പോകുന്നത്. രക്ഷപ്പെടാൻ വല്ല മാർഗവും കിട്ടുന്നുണ്ടോ? അതിൽ നിന്ന് തടുക്കാൻ വല്ലവർക്കും സാധിക്കുന്നുണ്ടോ? സർവസജ്ജീകരണങ്ങളുടെയും വക്താക്കളെന്ന് ലോകത്ത് അഹങ്കരിച്ച ജപ്പാനികൾക്ക് പോലും അതേ ദുരന്തം വിതച്ച ഏറ്റവും വലിയ മഹാമാരിയെ തടയാനായില്ലല്ലോ. ഫലാ യസ്തതിഊന റദ്ദഹാ, അതങ്ങ് വന്നു കഴിയുമ്പോൾ അതിനെ റദ്ദ് ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല, മടക്കാൻ സാധ്യമല്ല. വലാഹും യുൻളറൂൻ, അതേ ഒരു നിലക്കും കാത്തിടപ്പെടാനും നേരമില്ല, ചിന്തിക്കാൻ സമയമില്ല. വളരെ പെട്ടെന്നാണ് എല്ലാം സംഭവിക്കുന്നത്. ഖുർആൻ പറയുന്നത് നോക്കൂ, മാ യൻളുറൂന ഇല്ലാ സൈഹതൻ വാഹിദ തഅഖുദുഹും വഹും യഖിസ്സിമൂൻ ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. അവർ കാത്തിരിക്കുന്നത് ആ വലിയ പ്രകമ്പനത്തെ അല്ലാതെ മറ്റെന്തിനെയാണ്? അന്ത്യനാളിലെ ആ പ്രകമ്പനം അവർക്ക് ബാധിക്കുന്നത് എപ്പോഴാണ്? വഹും യഖിസ്സിമൂൻ, അവര് പരസ്പരം തർക്കത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കെ, കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി തർക്കിച്ച് നേരം കളഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്തതാ പെട്ടെന്ന് അന്ത്യനാള് സംഭവിക്കുന്നു. ഫലാ യസ്തതിഊൻ, അന്നവർക്ക് സാധിക്കുന്നതല്ല തൗസിയത്തൻ, ഒരു വസിയത്ത് കൊടുക്കട്ടെ. ഇത് മനുഷ്യന്റെ മരണത്തിന്റെ നേരവും ഇങ്ങനെ തന്നെയാണ്. മരണത്തിന്റെ മാലാഖ വന്നു കഴിഞ്ഞ് മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ നേരത്ത്, ഞാനൊന്ന് എൻ്റെ കുടുംബത്തോട് എനിക്ക് ചിലതൊക്കെ വസിയത്ത് എഴുതാനുണ്ട്, വസിയത്ത് പറയാനുണ്ട്, ചില നിർദ്ദേശങ്ങൾ എൻ്റെ മക്കൾക്ക് കൊടുക്കാനുണ്ട്, ബന്ധപ്പെട്ടവരോട് ചില ഉപദേശങ്ങൾ നടത്താനുണ്ട്, എനിക്കെൻ്റെ വീട്ടിലേക്കൊന്ന് മടങ്ങിപ്പോകണം, ഉച്ചവരെ ഒന്ന് കാണണം, അവരോട് ചിലതൊക്കെ നിർദ്ദേശിക്കാനുണ്ട്. അതൊന്നും നടപ്പില്ലല്ലോ. അല്ലാഹ് പറയുന്നത് ഫലാ യസ്തതിഊന തൗസിയതൻ, ഒരു വസിയത്തിനും അവർക്ക് സാധ്യമല്ല. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ വരെ സമയം കിട്ടില്ല. അത്ര പെട്ടെന്നാണ് അന്ത്യനാള് സംഭവിക്കുന്നത്. സുഹൃത്തുക്കളെ, ഒരു കണ്ണിമ വെട്ടാൻ എത്ര നേരം വേണം? നമ്മുടെ കണ്ണൊന്ന് ചിമ്മി മിഴിക്കാൻ എത്ര സമയം വേണം? ഒരു സെക്കൻഡിന്റെ അല്പസമയം പോരെ. ഖുർആൻ അതാണ് സമയമായി കൊണ്ട് ഉപമിക്കുന്നത്. വമാ അംറുസ്സാഅതി
ഇല്ലാ കലംഹിൽ ബസരി ഇല്ലാ കലംഹിൽ ബസരി ഔ ഹുവ അഖറബ് ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂറത്തുൻ നഹ്ലിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, അന്ത്യനാളിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഏതുപോലെയാണെന്നോ, ഇല്ലാ കലംഹിൽ ബസരി, ഒരു കണ്ണ് ചിമ്മി മിഴിക്കുന്ന സമയം പോലെ, അതിനൊരു സെക്കൻഡ് പോലും ഉണ്ടല്ലോ. ഔ ഹുവ അഖറബു, അതേ എത്ര സെക്കൻഡാണ്, എത്ര മൈക്രോ സെക്കൻഡാണ്. ഔ ഹുവ അഖറബു, അല്ലെങ്കിൽ അതിനേക്കാൾ പെട്ടെന്നാണ്. കണ്ണിമ വെട്ടുന്ന നേരം പോലും വേണ്ട, അതിനേക്കാൾ വേഗതയിലും സ്പീഡിലുമാണ് ലോകത്തിന്റെ നാശം സംഭവിക്കുന്ന നിലക്ക് അന്ത്യനാള് വന്നെത്തുന്നത്. ഇതിനൊക്കെ റബ്ബിന് കഴിയുമോ? ഈ സംവിധാനങ്ങളൊക്കെ ഇത്ര സെക്കൻഡുകൾ കൊണ്ട് തകർത്ത് കളയാൻ റബ്ബിന് സാധ്യമാണോ എന്ന് ചിന്തിക്കേണ്ട. കാരണം ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിശ്ചയം അല്ലാഹു എല്ലാ കാര്യത്തിന്മേലും കഴിവുറ്റവൻ തന്നെ. അപ്പൊ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അന്ത്യനാള് സംഭവിക്കുമ്പോൾ അപ്പോഴും ആളുകൾ അന്ത്യനാള് സംഭവിക്കുകയാണെന്ന ധാരണയില്ലാതെ അവൻ കച്ചവടത്തിലാണ്, നിത്യവൃത്തിയിലാണ്, പല തൊഴിലുകളിലും ഏർപ്പെട്ടിരിക്കുകയാണ്. എത്രത്തോളം നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസം സംഭവിക്കുന്നതിനെ സംബന്ധിച്ചു പറയുന്നു, എത്ര സ്പീഡിലാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വലതഖൂമന്ന الساعة وقد نشر الرجلان ثوبهما بينهما فلا يتبايعانه ولا يطويانه ولتقومن الساعة وقد انصرف الرجل بلبن لقحته فلا يطعمه ولتقومن الساعة وهو يليط حوله فلا يسقي فيه ولتقومن الساعة وقد رفع وكلته إلى فيه فلا يطعمها. സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എത്ര പെട്ടെന്നാണ് അടിമകളുടെ നാശം വരുന്നത്. വലതഖൂമന്ന സാഅത്തു, അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും. എപ്പോഴാണ് സംഭവിക്കുക? വഖദ് നശറ റജുലാനി, രണ്ടാളുകളതാ നിവർത്തി പിടിച്ചിരിക്കുന്നു. സൗബഹുമാ ബൈനഹുമാ, രണ്ടാളുകൾക്കിടയിൽ അതാ കച്ചവടക്കാരൻ അവന്റെ ഡ്രസ് വിൽപ്പന നടത്തുകയാണ്. ടെക്സ്റ്റൈൽസിന്റെ ഉടമ, അതേ തുണി ഷോപ്പുകാരൻ തന്റെ വസ്ത്രം അതാ വിൽക്കാൻ വേണ്ടി കസ്റ്റമറുടെ മുമ്പിൽ നിവർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഡ്രസ് ചോദിച്ചപ്പോൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അതേ ഷോപ്പുകളിൽ കസ്റ്റമറുടെ മുമ്പിൽ നിവർത്തിയിട്ട് കൊടുക്കാറില്ലേ? ഇതുപോലെ തന്റെ വസ്ത്രം വിൽപ്പന നടത്താൻ അതേ കച്ചവടക്കാരൻ കസ്റ്റമറുടെ മുമ്പിൽ ഇങ്ങനെ നിവർത്തിപ്പിടിച്ചിരിക്കുന്നു. ഫലായതബായാനിഹി, അത് വിൽക്കാനുള്ള നേരം കിട്ടുന്നില്ല. വലാ യത്വിയാനിഹി, അത് വേണ്ടെങ്കിൽ അതൊന്ന് ചുരുട്ടി വെക്കാനുള്ള നേരം കിട്ടുന്നുണ്ടോ? ഇല്ല. നിവർത്തിപ്പിടിച്ച സെക്കൻഡിലാണ്, വിൽപ്പന നടന്നിട്ടില്ല. വേണ്ടെന്ന് പറഞ്ഞു ചുരുട്ടി വെക്കാൻ നേരമില്ല. ആ സെക്കൻഡ് കൊണ്ട് ലോകത്തിന്റെ നാശം സംഭവിച്ചു കഴിയുന്നു. വലതഖൂമന്ന സ്സാഅ, മറ്റൊരു ഉദാഹരണം അവിടുന്ന് പറയുന്നു, മറ്റൊരു സംഭവം അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യുന്നതാണ്. വഖദ് ഇൻസറഫ റജുലു, അതാ ഒരാൾ പിരിഞ്ഞു പോയിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്. എങ്ങനെ? ബിലബനി ലിഖഹതിഹി, അവന്റെ ഒട്ടകത്തെ കറന്നിട്ട് അതിന്റെ പാലുമായിട്ട് അവൻ പാൽപാത്രവും പിടിച്ച് വരികയാണ്. പക്ഷേ ആർക്ക് കുടിപ്പിക്കാനാണ് പാല് കറന്നെടുത്തതെങ്കിൽ ആ കറന്ന പാല് പാത്രത്തിൽ തന്നെ ഇരിപ്പാണ്. അത് കുടിക്കാനാകുന്നതിന്റെ മുമ്പേ പെട്ടെന്ന് ലോകത്തിന്റെ നാശം വന്നുപോയി. വലതഖൂമന്ന സ്സാഅത്തു വഹുവ യുലീതു ഹൗലഹു,
അതാ തന്റെ ഒട്ടകത്തിന് അതല്ലെങ്കിൽ തന്റെ മൃഗത്തിന് കുടിക്കാനുള്ള വെള്ളത്തടാകത്തിൽ അവൻ വെള്ളം കോരി നിറക്കുകയാണ്. ആ വെള്ളം കോരി നിറച്ചിട്ട് അതിൽ നിന്നൊരിറ്റു കുടിപ്പിക്കാൻ കഴിയുന്നതിന്റെ മുമ്പ് അന്ത്യനാൾ സംഭവിക്കുകയായി. അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യുന്നതാണ്. മനുഷ്യനതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം കയ്യിൽ പിടിച്ചിരിക്കുന്നു. കയ്യിൽ പിടിച്ചിട്ടുണ്ട്. കയ്യിൽ പിടിച്ചു എന്ന് മാത്രമല്ല, വഖദ് റഫഅ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. തിന്നാനുള്ള വസ്തു, തിന്നാനുള്ള ഭക്ഷണം കയ്യിൽ ഇങ്ങനെ ചുരുട്ടിയിട്ട് വായിലേക്ക് ഉയർത്തുന്ന നേരമാകുമ്പോഴേക്ക് ഫലാ യത്അമുഹാ, അത് വായിലേക്ക് എത്താനുള്ള നേരം പോലും വരുന്നതിന്റെ മുമ്പ് ശക്തമായ പ്രകമ്പനത്തിൽ നശിച്ചുപോയി. എല്ലാം നൊടിയുടെ കൊണ്ട് തകർന്നു പോകുന്ന അത്രത്തോളം വളരെ സ്പീഡിലാണ്, പെട്ടെന്നാണ് ലോകത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത്. ലോകത്തിന്റെ അന്ത്യം അങ്ങനെ തന്നെ എന്ന് മനസ്സിലാക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം എത്രയോ ആളുകൾ നമുക്ക് പരിചയമുള്ളവർ മരിച്ചിട്ടില്ലേ? ഓരോരുത്തരുടെയും അന്ത്യദിനം അവരുടെ മരണ ദിവസം തന്നെയല്ലേ? എത്രയോ ആളുകൾ നമ്മൾ നനച്ചിരിക്കാതെയല്ലേ പെട്ടെന്ന് മരിച്ചുപോയത്? അതെ, ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ അതാ മരിച്ചു വീഴുന്നു. എഴുതിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരന്റെ കയ്യിൽ നിന്ന് പേന പെട്ടെന്ന് സെക്കൻഡ് കൊണ്ട് താഴെ വീണയാള് മരിച്ചു പോയിട്ടില്ലേ? നടന്നു പോകുന്ന മനുഷ്യൻ കുഴഞ്ഞു വീണ് മരിച്ചിട്ടില്ലേ? വീട്ടിലതാ ഒരു കുഴപ്പവുമില്ലാതെ ഭക്ഷണം കഴിച്ച് ചാരികസേരയിൽ ഇരുന്നതാണ്, പെട്ടെന്ന് മറിഞ്ഞു വീണില്ലേ? അതേ, യാത്രക്കിടയിലും നടന്നു പോകുമ്പോഴും ഇരുത്തത്തിലും കിടത്തത്തിലും നടത്തത്തിലും, അതേ ഷോപ്പിൽ ഉപജീവനമാർഗം തേടിക്കൊണ്ടിരിക്കുന്ന നേരത്ത്, അതേ സാധനം വാങ്ങിക്കൊണ്ടിരിക്കുന്ന നേരത്ത്, വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് നേരത്ത് എത്രയോ നൊടിയിട കൊണ്ടല്ലേ ഓരോ മനുഷ്യനെയും മരണം തട്ടിയെടുക്കുന്നത്. ഇതല്ലാഹു ഈ പ്രപഞ്ചത്തിന്റെ നാശം പോലും അത്ര സ്പീഡിലാണ് നടത്തുന്നത്. അവൻ എല്ലാത്തിനും കഴിവുള്ളവൻ തന്നെ. വമാംറുസാഅതി ഇല്ലാ കലംഹിൽ ബസരി ഔ ഹുവ അഖറബ് ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. അവൻ എല്ലാത്തിനും കഴിവുള്ളവൻ തന്നെ. ഇനി സഹോദരന്മാരെ, ഒന്നാമത്തെ ഊത്ത് നടക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നത്? വയൗമ യുൻഫഖു ഫിസ്സൂർ ഫഫസിഅ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ശാ അല്ലാഹ്. കാഹളത്തിൽ, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം, ആ ഒന്നാമത്തെ ഊത്ത് നടക്കുന്നതോടുകൂടി അല്ലാഹു ഉദ്ദേശിച്ചവരൊഴികെയുള്ള ആകാശഭൂമികളിലുള്ള മുഴുവനും കിടുങ്ങുകയായി, ഭയവിഹ്വലരാവുകയാണ്, പേടിച്ചരണ്ടുകയാവുകയാണ്, വല്ലാത്ത ഭീതിയാണ്. ഭീതിയും നാശവും എല്ലാം വളരെയേറെ സംഭവിക്കുന്ന ഊത്താണ് ഒന്നാമത്തെ യൂത്ത്. എത്രത്തോളം വലിയ പേടിയും ഭയവുമാണ് മനുഷ്യന് അതിന്റെ മുന്നോടിയായി കൊണ്ട് നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ അവന്റെ മനസ്സിൽ വെപ്രാളമാണ്. അതേ, ആ പ്രകമ്പനം നടക്കുമ്പോൾ യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ചോളണം. കാരണം അന്ത്യനാളിന്റെ കിടിലത, അന്ത്യനാളിൽ നടക്കാൻ പോകുന്ന പ്രകമ്പനം ശൈഉൻ അദീം. അതേ, അത് ഭാരിച്ച നിലക്ക് വമ്പിച്ച രൂപത്തിലുള്ളതാണ്. യൗമ തറൗനഹാ, അന്നത്തെ ദിവസം അതാ അവിടെവിടെയായി ചില ദൃഷ്ടാന്തങ്ങളും ചില രൂപത്തിലുള്ള പ്രതിഭാസങ്ങളും കാണുമ്പോഴേക്ക് തന്നെ മനുഷ്യനാകെ പേടിച്ചരണ്ടു പോവുകയാണ്. അതേ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ഉമ്മമാര് കൈക്കുഞ്ഞുങ്ങളെ അവഗണിക്കുന്ന ദിവസമാണ്. എന്ത് വില കൊടുത്താലും ഒരു ഉമ്മ, തന്റെ അരുമ സന്താനത്തിന് മുലയൂട്ടുന്ന ഉമ്മ കുട്ടിയെ വലിച്ചെറിഞ്ഞു പോകുമോ? എന്റെ ജീവൻ പോയാലും എന്റെ കുഞ്ഞു പൈതൽ രക്ഷപ്പെടണം എന്ന് ചിന്തിക്കാത്ത ഉമ്മമാരാരാ ലോകത്തുള്ളത്? പക്ഷേ ഈ ഭയങ്കരമായ ദിവസത്തിൽ അവിടെ ആ ചിന്തയില്ല. താൻ ഉമ്മ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന തന്റെ കൈക്കുഞ്ഞിനെ അതേ ശ്രദ്ധിക്കാതെ ഇട്ടെറിഞ്ഞോടുന്ന ദിവസമാണ്. ഗർഭം ധരിച്ച സ്ത്രീകളതാ, ഗർഭിണികൾ, അതേ സമയമൊന്നും ആയിട്ടില്ല, ഗർഭം അതാ
പ്രസവിച്ചു പോവുകയാണ്. പെട്ടെന്ന് ഭീകരമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതേ അസമയത്തെല്ലാം നടക്കുകയാണ്. ജനങ്ങളൊക്കെ ഏതാ ലഹരി പിടിച്ച ആളുകളെ പോലെ ലക്കും ലഗാനുമില്ലാത്ത നിലക്കുള്ള സഞ്ചാരങ്ങളും ഓട്ടങ്ങളും പാച്ചിലുകളുമാണ്. അതേ, ആരും മദ്യപിച്ചിട്ടല്ല, വമാഹും ബിസുക്കാറ, ആരും ലഹരി ഉപയോഗിച്ചിട്ടല്ല. ആ ദിവസം അങ്ങനെയാണ്. വലാകിന്ന അദാബല്ലാഹി ശദീദ്, ആ ദിവസത്തിൽ അല്ലാഹുവിന്റെ ശിക്ഷ അത് വളരെ കഠിനമായതുകൊണ്ടാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉൾക്കൊള്ളാനാവാതെ വളരെ പെട്ടെന്ന് കുട്ടികൾ പോലും നരബാധിച്ചുകൊണ്ട് വൃദ്ധരായി പോകുന്ന ദിവസം, യൗമ യജഅലുൽ വിൽദാന ശീബാ, കുട്ടികൾ പോലും അതാ വൃദ്ധന്മാരായി പോകുന്ന അത്രയും ആഘാതം കൊണ്ട് തളർന്നു പോവുകയാണ്. മനുഷ്യൻ എവിടെയാണ് രക്ഷാമാർഗം എന്ന് അന്വേഷിക്കുകയാണ്. യഖൂലുൽ ഇൻസാൻ, മനുഷ്യനെന്ന് ചോദിക്കുന്നത് അന്നത്തെ ദിവസം യൗമൈദിൻ, അന്നേ ദിവസം മനുഷ്യർക്ക് പറയാനുള്ളത് ഐനൽ മഫർ, എങ്ങോട്ടാണ് ഓടിപ്പോകേണ്ടത്? ഒരു ഭാഗത്ത് ദുരന്തം വന്നാൽ മറ്റൊരു ഭാഗത്തേക്ക് ഓടിപ്പോകാമല്ലോ. അതേ, നാനാ ഭാഗത്തു നിന്നും ദുരന്തം വന്നാലോ, ആകാശം അതാ അടിക്കളിക്കുകയാണെങ്കിലോ, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയാണെങ്കിലോ, ഭൂമി കിടുകിടാ വിറപ്പിക്കപ്പെടുകയാണെങ്കിലോ, പർവ്വതങ്ങൾ തകരുകയാണെങ്കിലോ, എല്ലാത്തിടത്തും സർവവും നാശമാണെങ്കിൽ പിന്നെ എങ്ങോട്ടോടാനാണ്? എവിടേക്കോടാനാണ്? സുരക്ഷിതത്വമുള്ള ഒരു സ്ഥാനമുണ്ടായിട്ട് വേണ്ടേ അങ്ങോട്ട് പോകണമെങ്കിൽ? ഇപ്പോൾ അവിടെവിടെയായി നടക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ ജീവൻ ബാക്കിയുള്ളവർക്ക് ഒരു സ്ഥലത്തല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അഭയം തേടാം, അഭയാർത്ഥികളായിട്ട് ജീവിക്കാം. പക്ഷേ മനുഷ്യനെ മുഴുവനും തകർത്തെറിയുന്ന, പ്രപഞ്ചത്തിന് മുഴുവനും ബാധിക്കുന്ന, ആകാശഭൂമികളെ മുഴുവൻ ബാധിക്കുന്ന ആ മഹാദുരന്തം അങ്ങ് വന്നു കഴിയുമ്പോൾ സുരക്ഷിത സ്ഥാനമെന്ന ഒന്ന് ലോകത്തില്ലല്ലോ. എങ്ങോട്ടോടാനാണ്? അതാണ് മനുഷ്യന്റെ പരിഭവം, അതാണ് മനുഷ്യന്റെ വിഭ്രാന്തി, അതാണ് സംഭ്രമജനകമായ നിലക്കവന്റെ ചോദ്യം. ഐനൽ മഫർ, എവിടേക്കാണ് ഓടിപ്പോകേണ്ടത്? എവിടെയാണ് ഓടി ഒളിക്കാനുള്ള സ്ഥലമെന്നാണ് പറയുന്നത്. കാരണം എല്ലാം നശിപ്പിക്കപ്പെടുകയല്ലേ. എങ്ങോട്ടോടാനാണ്? എവിടെ ഓടിയാലും ഭൂമിയല്ലേ. ഭൂമിയിൽ നിന്ന് എങ്ങോട്ട് ഓടാനാണ് മനുഷ്യ? ഭൂമി മുഴുവനുമായി കൊണ്ട് ഇതാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി അതിന്റെ പ്രകമ്പനം കൊള്ളപ്പെടുന്ന ദിവസം. ഭൂമി മുഴുവനും ഭൂകമ്പാണ്. ഒരു സ്ഥലത്ത് മാത്രല്ല, എല്ലായിടത്തും ഭൂകമ്പമാണ്. പിന്നെ എങ്ങോട്ടാ ഓടുക? അതല്ലേ ഖുർആൻ പറയുന്നത്, ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ, ഭൂമി അതാ ശക്തമായ നിലക്ക് തന്നെ വിറപ്പിക്കപ്പെടുകയാണ്. ഭൂമിയുടെ സംവിധാനങ്ങൾ അതാ ആ തകരാറ് ഭൂമിക്ക് സംഭവിക്കുമ്പോൾ ഭൂമിയിൽ അതാ രക്കിട്ടുറപ്പിച്ച് ആണികളെ പോലെ വൽജിബാല ഔതാദാ, ഭൂമി അതിന്റെ ശരിയായ നിലക്ക് സന്തുലിതമായി നിലനിൽക്കാൻ നിങ്ങളെയും കൊണ്ട് ചാഞ്ഞും ചരിഞ്ഞും പോകാതെ ഭൂമിയെ അല്ലയതാ പർവ്വതങ്ങളാകുന്ന ആണികൾ കൊണ്ട് ആണിയടിച്ചിരിക്കുകയാണെന്നല്ലേ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. ഭൂമിക്ക് പ്രകമ്പനവും കുലുക്കവും ഇളക്കവും അങ്ങ് സംഭവിക്കുമ്പോഴേക്ക് പർവ്വതങ്ങളുടെ കാര്യം പറയാനുണ്ടോ? ഭൂമിയും പർവ്വതങ്ങളുമൊക്കെ അടിയോടെ പിഴുതെടുത്ത് ഒരൊറ്റ കൂട്ടിയിടിക്കലാണെന്നാണ് ഖുർആൻ പറയുന്നത്. വഹുമിലത്തിൽ അർളു വൽ ജിബാലു ഫദുക്കതാ ദക്കതം വാഹിദാ, അതേ പർവ്വതങ്ങളും ഭൂമിയും ഒക്കെ ഒന്നായി പിഴുതെടുത്ത് വഹിപ്പിക്കപ്പെട്ട് ഒന്നിച്ചൊരൊറ്റ കൂട്ടിയിടിക്കലാണ്. ഇതാ ദുഃഖത്തിൽ അർളു ദക്കം ദക്കാ, ശക്തമായ നിലക്കങ്ങ് പൊടിക്കപ്പെടുകയാണ്, കൂട്ടിയിടിക്കപ്പെടുകയാണ്. സമയത്ത് ആ മനുഷ്യൻ പറയുന്നത് മാലഹ, എന്താ പറ്റി ഭൂമിക്ക്? എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുക? പറയാനുള്ള അവസരമുള്ളൂ, അപ്പോഴേക്കെല്ലാം കഴിയാണ്, എല്ലാം കഴിയുകയാണ്. ആടിക്കളിക്കുന്ന നിലക്ക് ഭൂമിയും ആകാശങ്ങളും, ആകാശലോകവും ഭൂമിയും പർവ്വതങ്ങൾ പാറിപ്പറക്കുകയാണ്. ഇന്ന് കാണുന്ന എവറസ്റ്റ് കൊടുമുടിയാണെങ്കിലും, അതേ ഭീമാകാരമായ പാറകളും പർവ്വതങ്ങളും അതേ മലകളും എന്ത് തന്നെയാണെങ്കിലും സ്ഥാനചലനം സംഭവിച്ചു പോയില്ലേ?
നിൽക്കുന്നിടത്ത് നിന്ന് ഇളക്കം പറ്റിപ്പോവുകയാണ്, സഞ്ചരിക്കാൻ തുടങ്ങുകയാണ് പർവ്വതങ്ങൾ. വഇദൽ ജിബാലു സുയ്യിറത്ത്, വഇദൽ ജിബാലു സുയ്യിറത്ത്, പർവ്വതങ്ങളതാ സ്ഥാനചലനം വന്നുകൊണ്ട് സഞ്ചരിക്കുകയാണ്, ഓടുകയാണ് പർവ്വതങ്ങൾ. വതസീറുൽ ജിബാലു സൈറാ, ഭൂമിയിലെ പർവ്വതങ്ങളതാ അത് സഞ്ചാരം ഓട്ടം ഓടുകയാണ്, കൂട്ടിയിടിച്ച് പൊടിക്കപ്പെടുകയാണ്. വബുസ്സത്തിൽ ജിബാലു ബസ്സാ, ഖുർആനിന്റെ മൂന്നിലൊരു ഭാഗത്ത് അതേ ആഖിറത്തിനെ സംബന്ധിച്ച് വിശദീകരണമുണ്ട്. ചെറിയ ചെറിയ അധ്യായങ്ങളിൽ ഏറെയുമുണ്ട്. സൂറത്തുൽ ഇൻഫിതാർ ആണെങ്കിലും, സൂറത്തുൽ ഇൻഷിഖാഖ് ആണെങ്കിലും, സൂറത്തു തക്വീർ ആണെങ്കിലും, അതേപോലെയുള്ള ഒട്ടേറെ സൂറത്തുകളിൽ, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ ഹാഖ, അതുപോലെയുള്ള ഒട്ടേറെ അധ്യായങ്ങളിൽ ഈ ദിവസത്തിന്റെ ഭീകരതകൾ ഇങ്ങനെ പറയുകയാണ്. അതേ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് വകാനത്തിൽ ജിബാലു കസീബം മഹീലാ, ഇന്ന് പർവ്വതങ്ങൾ ഇടിച്ചു പൊടിക്കണമെങ്കിൽ എത്ര വലിയ രൂപത്തിലുള്ള സംവിധാനം വേണം? അതൊന്ന് പൊടിയായി കിട്ടണമെങ്കിൽ, കല്ലുകൾ അതിൽ നിന്നുതിർന്ന് വീഴണമെങ്കിൽ എത്ര ശക്തമായ നിലക്കുള്ള ഇടി നടക്കണം. അതേ ആ സ്വഭാവമൊക്കെ ഇങ്ങോട്ട് മാറുകയാണ്. ശക്തമായ ഇടിയും പൊടിക്കലുകളും കാരണത്താൽ പർവ്വതങ്ങളായി തീർന്നിരിക്കുകയാണ്. കസീബം മഹീലാ, ഉതിർന്നൊലിക്കുന്ന മണൽക്കുന്ന് പോലെ. ഉതിർന്നൊലിക്കുന്ന മണൽത്തരി കണ്ടിട്ടില്ലേ? മരുഭൂമികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ മണൽത്തരികൾ ഇങ്ങനെ കാറ്റത്ത് പറയുകയാണ്. അതേ ശക്തമായ നിലക്ക് ഉയർന്നു പൊങ്ങി നിന്നിരുന്ന വലിയ വലിയ ഭീമാകാരമായ പാറക്കെട്ടുകൾ ഏതായുധം അങ്ങോട്ട് ചെന്നാലും ഏത് രൂപത്തിലുള്ള സംവിധാനം കൊണ്ട് തകർത്താലും ഇളക്കം പറ്റാത്ത പർവ്വതങ്ങളാണ്. മണൽക്കുന്ന പോലെ, മണൽത്തരികളെ പോലെ ഉതിർന്നൊലിക്കുന്നു. അതാണ് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് വതകൂനുൽ ജിബാലു കൽഇഹ്നിൽ മൻഫൂഷ്, കടഞ്ഞെടുത്ത നേർത്ത പഞ്ഞിരോമം പഞ്ഞികളെ പോലെ പർവ്വതങ്ങളതാ പറക്കുകയായി. കടഞ്ഞെടുത്ത രോമം കണക്കെ, രോമം കടഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എത്ര നേർത്തതാണ്, അതങ്ങ് ധൂളിയായി പറപ്പിക്കപ്പെട്ടാലോ. അതാണ് ഖുർആൻ പറയുന്നത് ഫകാനത്ത് ഹബാഅം മുംബസ്സാ, കാറ്റിലിങ്ങനെ ധൂളിയായി പാറി നടക്കുന്ന തരികളായി പർവ്വതങ്ങൾ മാറുന്നു. എത്ര ശക്തമായിരിക്കും ആ ആഘാതം, എത്ര ശക്തമായിരിക്കും ലോകത്തിൽ നിന്നുണ്ടാകുന്ന ആ പ്രകമ്പനം. വയസ്അലൂനക അനിൽ ജിബാലി ഫഖുൽ യൻസിഫുഹാ റബ്ബീ നസ്ഫാ, നബിയെ താങ്കളോടവർ പർവ്വതങ്ങളെ കുറിച്ച് ചോദിക്കുകയാണ്. പറയൂ നബിയെ, എന്റെ റബ്ബതൊരു പൊടിക്കൽ പൊടിക്കുന്നതാണ്. ഒരു പൊടിക്കലങ്ങ് പൊടിക്കാൻ വരുന്നുണ്ട് ഒരു ദിവസം. എത്ര വലിയ ഭീമാകാരമായ പർവ്വതങ്ങളും മണൽത്തരി പോലെ ഉതിർന്നൊഴുകുകയാണ്. കടഞ്ഞെടുത്ത ആട്ടിൻരോമം കണക്കെ അതേ അന്തരീക്ഷത്തിലൂടെ പാറി നടക്കുകയാണ്. ഓടുന്ന പർവ്വതങ്ങളാണ്, ഉരുണ്ട് വീഴുന്ന പർവ്വതങ്ങളാണ്. ഭൂമിക്ക് മുഴുവനും മാറ്റം വന്നു കഴിഞ്ഞു. അതേ കരയിൽ ശക്തമായ മാറ്റം അങ്ങ് വന്നു കഴിഞ്ഞാൽ, പർവ്വതങ്ങൾക്ക് മാറ്റം വന്നു കഴിഞ്ഞാൽ, സമുദ്രത്തിൽ സംഭവിക്കാനിരിക്കുന്ന മാറ്റം പിന്നെ പറയണോ? വൈദൽ ബിഹാറു ഫുജ്ജിറത്, വൈദൽ ബിഹാറു ഫുജ്ജിറത്, അതേ സമുദ്രത്തിലുള്ള കടലിലുള്ള വെള്ളമതാ കരകവിഞ്ഞൊഴുകി പരക്കുകയാണ്. സമുദ്രത്തിലുള്ള വെള്ളം അവിടെ നിൽക്കുന്നില്ല, കരയിലേക്ക് അടിച്ചു വീശുകയാണ്, കരയിലേക്ക് അടിച്ചു വീശുകയാണ്. അതെ, അതിൻ്റെ അകത്ത് വല്ല പ്രകമ്പനവും നടന്നിട്ടാണോ അതോ മറ്റു വല്ല സംവിധാനങ്ങളുമാണോ നമുക്കറിയില്ലല്ലോ. ജപ്പാനിൽ ഏറ്റവും വലിയ മാരകമായ ദുരന്തമുണ്ടായപ്പോൾ അതിനെ സംബന്ധിച്ച് പത്രങ്ങൾ എന്താ റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾ കേട്ടോ? കടലിലോ കരയിലോ പെട്ടെന്നുണ്ടാകുന്ന ചലനങ്ങൾ മൂലം ഉളവാകുന്ന ഭീകരമായ തിരമാല പ്രകമ്പനമാണ് സുനാമി. കേട്ടോ, നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരുന്ന, നമ്മൾ ഇന്ന് മീഡിയകളിലൂടെ കണ്ടുകൊണ്ടിരുന്നു. സമുദ്രം കരകവിഞ്ഞൊഴുകുന്നത് എങ്ങനെ? സമുദ്രത്തിലെ വെള്ളം എന്തേ ചീറിപ്പാഞ്ഞെത്ര സ്പീഡിലാണ് പാഞ്ഞെടുത്തത്? 750 കിലോമീറ്റർ വേഗതയിൽ സമുദ്രമതാ ഉയർന്നു പൊങ്ങിയിട്ട് അത് ചീറിപ്പാഞ്ഞെടുത്ത് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരുന്ന ഫ്ലൈറ്റുകളെ വരെ ഒഴുക്കിക്കൊണ്ടുപോയി. രാജ്യത്തെ മുഴുവൻ തകർത്തു കളഞ്ഞു. അതേ ബിൽഡിങ്ങുകളെ അടിയോടെ പിഴുതൊലിച്ചു പോയി.
പോയി, വാഹനങ്ങൾ തകർന്നു പോയി. അതേ, ഒരു പ്രദേശത്തുണ്ടാകുമ്പോഴേക്ക് എത്ര മാറ്റമാണ് ഉണ്ടാകുന്നത്. നോക്കൂ നിങ്ങൾ, ഭൂകമ്പത്തിൽ നിന്നുണ്ടാകുന്ന ശക്തി കടലിന്റെ അടിത്തട്ടിനെ കുത്തനെ കുലുക്കും. കണ്ടോ, റിപ്പോർട്ടുകൾ വന്നതാ. ഭൂകമ്പത്തിൽ നിന്നുണ്ടാകുന്ന ശക്തി കടലിന്റെ അടിത്തട്ടിനെ കുത്തനെ കുലുക്കും. ഇത് കടൽ വെള്ളത്തെ നൂറുകണക്കിന് ക്യൂബിക് കിലോമീറ്ററുകളോളം ഉയർത്തും. നൂറുകണക്കിന് ക്യൂബിക് കിലോമീറ്ററുകളോളം എന്ത് ചെയ്യും? കടൽ വെള്ളത്തെ ഇത് ഉയർത്തും. സുനാമിക്ക് കാരണമാകുന്ന വലിയ തിരമാലകൾ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് മാറുന്നു. പുറം കടലിൽ സുനാമിക്ക് വേഗം കൂടിയ ഉയരം കുറഞ്ഞ തിരകളാണുള്ളത്. പക്ഷേ തീരത്തെത്തുമ്പോഴേക്കും അവയുടെ വേഗം കുറയുകയും ഉയരം വളരെയധികം വർദ്ധിക്കുകയും ചെയ്യും. കേട്ടോ, സുനാമി തിരകൾ തീരത്തോടടുക്കുമ്പോഴും കടൽ ഉൾവലിയും. ഇവ 10-15 മിനിറ്റിനകം 40 മീറ്റർ ഉയരത്തിൽ കുതിക്കാം. നോക്കണം നിങ്ങൾ, സമുദ്രത്തിനടിയിലെ ഭൂചലന കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ തിരകൾ തീരത്തോടടുക്കുമ്പോൾ സംഹാര രുദ്രമാവുന്നു. തീരത്ത് തിരകൾ തടയപ്പെടുന്നത് മൂലമാണിത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയുകയാണ്, സമുദ്രത്തിനടിയിൽ തറനിരപ്പിൽ നിന്ന് ഏറെ ആഴത്തിലല്ലാതെ ഉണ്ടാകുന്ന ഭൂകമ്പം സൃഷ്ടിക്കുന്ന തിരകൾ 4 ഭാഗത്തേക്കും ആഞ്ഞടിക്കുന്നു. സമുദ്രത്തിലൂടെ തടസ്സമില്ലാതെ ആഞ്ഞടിച്ചു വരുന്ന തിരമാലകൾ 750 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. 750 കിലോമീറ്റർ വേഗതയിലെ 750 കിലോമീറ്റർ വേഗതയിൽ അടിച്ചു വീശുന്ന തിരമാല അങ്ങോട്ട് കയറി വന്നു എന്നാ പറയുന്നത്. ജപ്പാനിൽ ഒരു സ്ഥലത്ത് ഒരു ഭാഗത്തുണ്ടാകുന്ന അതേ സ്കെയിലിൽ എത്രയാണ് അടയാളപ്പെടുത്തിയതെങ്കിൽ അത്രയും ചെറിയ നിലക്കൊന്ന് സംഭവിക്കുമ്പോഴേക്ക് ഇങ്ങനെയാണെങ്കിൽ ഭൂലോകത്തിന് മുഴുവനും ഇതാ റുജ്ജത്തിൽ അർളു റജ്ജ. ജപ്പാനിലെ ഭൂമിയെ കുറിച്ചല്ല അല്ലാഹു പറയുന്നത്, ലാത്തൂരിലെ ഭൂമിയെ കുറിച്ചല്ല, മറ്റേതെങ്കിലും രാജ്യത്തെ ഭൂമിയെ കുറിച്ചല്ല. എല്ലായിടത്തും ഈ പ്രകമ്പനം വന്നാലോ ഇതാ റുജ്ജത്തിൽ അർളു റജ്ജ. ഏതെങ്കിലും ഒരു നാടെന്നല്ല, ഭൂമി മുഴുവനും കുലുക്കപ്പെടുകയാണ്. ഇതാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. ഭൂമി മുഴുവനും പ്രകമ്പനം കൊള്ളപ്പെടുകയാണ്. എങ്കിലതാ ഈ ലോകത്തതാ എത്രയോ ശതമാനക്കണക്കിന് മൂടി നിൽക്കുന്ന വെള്ളം മുഴുവനും സമുദ്രത്തിലതാ താങ്ങാനാവാതെ ചീറിപ്പാഞ്ഞ് എത്രയോ കിലോമീറ്റർ വേഗതയിൽ ശക്തമായ നിലക്ക് കരയിലേക്ക് ആർത്തലച്ച് വന്നു കഴിഞ്ഞാൽ വൈദൽ ബിഹാറു ഫുജ്ജിറത്ത്, സമുദ്രമതാ കരകവിഞ്ഞൊഴുക്കപ്പെടുന്നു. അതിൽ തീപിടുത്തമുണ്ടാകുന്നു. കരയിലതാ ആളിക്കത്തൽ ഉണ്ടാവുകയാണ്. അതിനടിയിലുള്ള ഉഷ്ണലാവകൾ പുറമേക്ക് വന്നുകൊണ്ട് ഉള്ള വെള്ളം പുറത്തേക്ക് തള്ളപ്പെട്ട് അതേ ശക്തമായ നിലക്കുള്ളതിന്റെ സംവിധാനങ്ങൾക്ക് മാറ്റം വരുമ്പോൾ തീപിടുത്തം കടലിലും നടക്കുകയാണ്. വൈദൽ ബിഹാറു സുജ്ജിറത്ത്, വൈദൽ ബിഹാറു സുജ്ജിറത്ത്. പർവ്വതങ്ങൾ കത്തിക്കപ്പെടുമ്പോൾ, അതേ കടലുകൾ കത്തിക്കപ്പെടുമ്പോൾ വെള്ളം കത്തേ, അതേ വെള്ളം കത്തിയിട്ടുണ്ട്, വെള്ളം കത്തും. വൈദൽ ബിഹാറു സുജ്ജിറത്ത്. ചെറിയ ചെറിയ ദൃഷ്ടാന്തങ്ങൾ അവിടെ നടക്കുമ്പോഴേക്ക് തന്നെ വലിയ തീപിടുത്തം സംഭവിക്കുന്നുണ്ട് വെള്ളത്തിൽ. അതേ, ലോകമാസകലം സംഭവിക്കുന്ന ഈ പ്രകമ്പനത്തിലൂടെ സമുദ്രം കരകവിഞ്ഞ് ഏത് പേരിലുള്ള തിരമാലയായി കൊണ്ട് ആർത്തലച്ച് കരയിലേക്ക് കരകവിഞ്ഞൊഴുകിയാലും അവിടെ അടിയിൽ തീപിടുത്തം നടക്കും. കരകവിഞ്ഞൊഴുകുക മാത്രമല്ല, സമുദ്രമാസകലം തീയാളിപ്പടരുകയാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വൈദൽ ബിഹാറു സുജ്ജിറത്ത് എന്ന് ഖുർആൻ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഈ ഭൂമി, അതിലുള്ള ആകാശം, അതിലുള്ള സമുദ്രം. ഇനി മുകളിലോട്ട് നോക്കിയാൽ കാണുന്നത് എന്താണ്? വാനലോകമല്ലേ? വാനലോകത്ത് മുഴുവനും പൊട്ടിത്തെറികളാണ്. ഇദശംസു കുവ്വിറത്ത്, സൂര്യൻ അതാ അത് പൊതിയപ്പെട്ട് കഴിഞ്ഞു, അതിന്റെ പ്രകാശം പൊലിഞ്ഞു പോവുകയാണ്. ചന്ദ്രന്റെ ഈ പ്രകാശം തീരുകയാണ്. വഖസഫൽ ഖമറു എന്ന് ഖുർആൻ പറയുന്നു. താരങ്ങളോ വൈദൻ നുജൂമുൻ കദറത്, മറ്റൊരു സ്ഥലത്ത് വൈദൽ കവാകിബുൻ തസറത്, ഉതിർന്നു വീഴുകയാണ് താരങ്ങൾ, നക്ഷത്രങ്ങൾ. സൂര്യന് സ്ഥാനചലനം വന്നുപോയി, ചന്ദ്രന് സ്ഥാനചലനം വന്നുപോയി, താരങ്ങൾക്ക് നക്ഷത്രങ്ങൾക്ക് മുഴുവനും സ്ഥാനചലനം വന്നുപോയി. സർവത്തിന്റെയും പ്രകാശം പൊലിഞ്ഞുപോയി, എല്ലാം നശിക്കുകയാണ്. ആകാശമാവട്ടെ യൗമ തമൂറുസ് സമാഉ മൗറാ, ശക്തമായ പ്രകമ്പനം അവിടെയും നടക്കുകയാണ്. ആടിക്കളിക്കുന്ന ആകാശമാണ്.
അതിന്റെ അവിടെയും എല്ലാ സംവിധാനങ്ങളും തകരാറിലാണ്. ഇന്നതാ ആകാശത്തിന്റെ സംവിധാനങ്ങൾ കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂന, എല്ലാം അതാവയ്ക്ക് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ഭ്രമണപഥത്തിലൂടെ നീന്തി തുടിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നിശ്ചയിച്ച സംവിധാനത്തിനൊരു തകരാറും ഇന്ന് വരെ വന്നിട്ടില്ല. എല്ലാം അല്ലാഹു നിശ്ചയിച്ച ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതേ നാശത്തിന്റെ ദിവസം വന്നു കഴിയുമ്പോൾ സൂര്യന് സ്ഥാനചലനം വന്നുപോയി, ചന്ദ്രൻ പോയി, താരങ്ങളും നക്ഷത്രങ്ങളും മുഴുവൻ ഉതിർന്ന് വീഴുകയായി. ആകാശം മുഴുവനുമായി കൊണ്ട് പ്രകമ്പനമാണ്. അതേ മറ നീക്കി കാണിക്കപ്പെടുകയാണ്. ഇന്ന് ആകാശത്തിനൊരു മറയില്ലേ? ആ മറ നീക്കി കാണിക്കപ്പെടുകയാണ്. അതേ തൊലി പൊളിച്ച് നീക്കപ്പെടുന്നത് പോലെ മറ നീക്കി കാണിക്കപ്പെടുന്നു. ആകാശമതാ പൊട്ടിപ്പിളർന്നു കഴിഞ്ഞു. അത് വളരെയേറെ അന്നത്തെ ദിവസം അതാ ദുർബലമായി പോയി. മേലോട്ട് നോക്കുന്നൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തീ പടർന്നു പിടിച്ച് റോസ് നിറമായിരിക്കുകയാണ് ആകാശം, കുഴമ്പ് പോലെയായിരിക്കുകയാണ് ആകാശം. ഫകാനത്ത് വർദതൻ കദ്ദിഹാൻ ഫൈദൻ ശഖ്ഖത്തിസ് സമാഉ ഫകാനത്ത് വർദതൻ കദ്ദിഹാൻ. ആകാശത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ കാരണം ഫകാനത്ത് അതായി തീർന്നിരിക്കുകയാണ് വർദതൻ, റോസ് നിറം പോലെ, കദ്ദിഹാൻ കുഴമ്പ് പോലെയും റോസ് നിറത്തിലുമൊക്കെ ആയിട്ട് പഴുത്തു പൊള്ളി നിൽക്കുകയാണ്. ഉരുകിയ ലോഹം പോലെ എന്ന് ഖുർആൻ പറയുന്നു. യൗമ തകൂനു സ്സമാഉ കൽ മുഹ്ലി, യൗമ തകൂനു സ്സമാഉ കൽ മുഹ്ലി, ഉരുകിയൊലിക്കുന്ന ലോഹം പോലെ. ഈ നിലക്കുള്ള മാറ്റങ്ങളൊക്കെ എല്ലായിടത്തും വന്നപ്പോൾ കാടുണ്ടോ, കാട്ടിലെ ജന്തുക്കളുണ്ടോ? ആ നിലക്ക് പരസ്പരം പോരടിച്ചിരുന്ന ജന്തുമൃഗങ്ങൾ പോലും വൈദൽ വുഹൂശു ഹുശിറത്ത്, സിംഹങ്ങളും കരടികളും ആനകളും അതുപോലെയുള്ള പാമ്പുകളും എല്ലാ പരസ്പരം കൊത്തിവലിച്ച് ശത്രുതയിൽ കഴിഞ്ഞിരുന്ന സർവ്വജീവികളും കാട് വിട്ടിറങ്ങിയിരിക്കുകയാണ്, ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ആർക്കും ശത്രുതയില്ല, പോരാട്ടമില്ല, എല്ലാം വളരെ ഭീതിയിലാണ്. വൈദൽ വുഹൂശു ഹുശിറത്ത് എന്ന് സൂറത്തു തക്വീറിലൂടെ അല്ലാഹു പറയുന്നു. ആ സന്ദർഭത്തിലാണ് എല്ലാവരും നെട്ടോട്ടം ഓടുമ്പോൾ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? യൗമ യകൂനുന്നാസു കൽ ഫറാശിൽ മബ്സൂസ്, അതാ പരത്തപ്പെട്ട പാറ്റകളെ പോലെ, പരന്ന് പാറി നടക്കുന്ന പാറ്റകളെ പോലെ മനുഷ്യനായി തീരുകയാണ്. ലക്ഷ്യമില്ല, പ്രത്യേകമായ ഒരവസ്ഥയിലേക്കാണ് അവൻ നീങ്ങുന്നത്. അതോടുകൂടെ എല്ലാം തകരുകയാണ്. ആ ഊത്തിലുണ്ടാകുന്ന ഭയവിഹ്വലത അധികം നിലനിൽക്കാൻ നേരമില്ലല്ലോ. വനുഫിഖ ഫിസ്സൂരി ഫസ്സഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ശാ അല്ലാഹ്. ആ ഊത്തങ്ങ് നടക്കുന്നതോടുകൂടി ഈ ഭയവിഹ്വലതയും അവരെ പിടികൂടുമ്പോഴേക്ക് ആകാശഭൂമികളിലുള്ള എല്ലാവരും അല്ലാഹു ഉദ്ദേശിച്ചവരൊഴികെ അതാ നിലംപതിക്കുന്നു, നശിച്ചു പോകുന്നു. ആരാണീ അല്ലാഹു ഉദ്ദേശിച്ചവർ? അവർക്ക് പേടിയില്ല, അവർ നശിക്കൂല എന്നൊക്കെ പറയുന്നു. ആരാണിവർ? നമുക്കറിയില്ല, നമുക്കതിനെ സംബന്ധിച്ച് വിവരവും കിട്ടിയിട്ടില്ല. മഹാനായ ഇമാം ഖതാദ റഹിമഹുല്ലാഹ് അദ്ദേഹം അതിന് തഫ്സീർ കൊടുത്തപ്പോൾ പറഞ്ഞു, ലാ നദിരി മൻഹും, ആരൊക്കെയാണ് ചില സമയത്ത് കുറച്ചു നേരത്തേക്ക് ബാക്കിയാവുക. എന്തായാലും എല്ലാവർക്കും മരണമുണ്ട്, പക്ഷെ കുറച്ച് സമയത്തേക്കെങ്കിലും ആരെയൊക്കെ ബാക്കിയാക്കും, പിന്നീട് അവരെ മരിപ്പിക്കുമെങ്കിലും എന്നതൊന്നും നമുക്ക് പറയാനാവില്ല. അതുകൊണ്ട് തന്നെ നമുക്കും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അവകാശമില്ല. ഏതായാലും ഒന്നാമത്തെ ഊത്തോടുകൂടി എല്ലാം തകർന്ന് തരിപ്പണമാവുകയാണെങ്കിൽ പിന്നീടതാ മറ്റൊരു ഊത്തും ഊതപ്പെടുമ്പോൾ അന്നേരം അതാ ആളുകളൊക്കെ പരസ്പരം നോക്കിക്കൊണ്ട് എഴുന്നേൽക്കുന്നു. അത് രണ്ടാമത്തെ ഊത്താണ്. ഒന്നാമത്തെ ഊത്തോടെ എല്ലാം തകരുകയാണ്. രണ്ടാമത്തെ ഊത്തോടുകൂടെയാണ് എല്ലാവരും വീണ്ടും എഴുന്നേറ്റ് പരസ്പരം നോക്കുന്ന ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിനം എന്ന് പറയുന്ന ബഅസ്, അതല്ലെങ്കിൽ നുശൂർ എന്നൊക്കെ ഖുർആനിലും അതുപോലെ തന്നെ ഹദീസുകളിലും ഒക്കെ വന്ന ആ പുനരുത്ഥാനം എന്ന് പറയുന്നത് അത് രണ്ടാമത്തെ ഊത്തോടുകൂടെയാണ് സംഭവിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ അടുത്ത അവസരത്തിൽ നമുക്ക് വിശദീകരിക്കാം. എന്തായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഓരോ മനുഷ്യനെയും സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നടക്കാനുള്ളതാണ്. ലോകത്തിന്
സംഭവിക്കാനുള്ളതാണ്. അവരവരുടെ അന്ത്യം അവരവരുടെ മരണവുമാണ്. അതിൻ്റെ മുമ്പേ നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ ബാധ്യതകളും കർമ്മങ്ങളും നമ്മുടെ സൽക്കർമ്മങ്ങളിലുള്ള ആവേശവുമൊക്കെ നാം വർദ്ധിപ്പിക്കുകയും അള്ളാഹുവിന് തൃപ്തികരമായ കാര്യങ്ങളിൽ മാത്രം ജീവിതത്തെ വിനിയോഗിക്കുകയും അള്ളാഹുവിന് വെറുപ്പുള്ളിടങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുവാൻ ഇതൊക്കെ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ രൂപത്തിലുള്ള ഒരു വളർച്ചയ്ക്ക് നമുക്കെല്ലാം ഈ വാക്കുകൾ, ഈ പഠനങ്ങൾ കാരണമായി തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റഹ്മാൻ റഹീമായ നാഥൻ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ وعلى آل محمد والسلام عليكم ورحمة الله وبركاته.